ഈ പുഴയും കടന്നില് നമ്മുടെ കാവേരിയുടെ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്ന് കാണാനായിട്ട് സാധിക്കുക. ജയബാലനാണെങ്കിൽ ഒരു വിധത്തിൽ നുണയുടെ ഒരു കൂമ്പാരം നമ്മുടെ കാവേരിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും മുൻപിൽ നിരത്തുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് ജയബാലന് ലഭിക്കുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥൻ വരികയും അരവിന്ദൻ 2 വർഷമായിട്ട് പണം തന്ന വിവരം പറയുകയും ചെയ്യുന്ന ആ സമയമാണെങ്കിൽ നമ്മുടെ കാവേരി ആടിത്തകർക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ കാവേരി ചോദിക്കുന്നുണ്ട്, താൻ പറഞ്ഞതല്ലല്ലോടോ ജയബാല ഇവർ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. രണ്ടും തമ്മിൽ ഒന്ന് പൊരുത്തപ്പെടുന്നില്ലല്ലോടോ എന്ന് ചോദിക്കുന്നതും കാണാനായിട്ട് കഴിയും. തൻ്റെ അച്ഛനെ ചതിച്ച് തൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി നക്കി തിന്നിട്ട് നാണമുണ്ടോ ജയബാല ഇങ്ങനെ കള്ളം പറയാനെന്ന് ചോദിക്കുന്നു. കൂടാതെ താൻ എൻ്റെ അച്ഛനെ പറ്റിച്ചാണ് ഇത്രയും പണമൊക്കെ ഉണ്ടാക്കിയെന്ന് നാട്ടിലൊരു ചൊല്ലുമുണ്ട്, അപ്പോൾ അതും സത്യം തന്നെ ആയിരിക്കും അല്ലേടോ എന്ന് ചോദിക്കുന്നത് കാണാം. നീ മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് ജയബാലൻ പറയുന്നു. അപ്പോഴാണെങ്കിൽ കാവേരിയുടെ ദേഷ്യം ഇരട്ടിയാകുന്നു. കാവേരി ചാടി ജയബാലനെ ചവിട്ടാനായിട്ട് ശ്രമിക്കുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോഴേക്കും എല്ലാവരും കൂടി തടയുന്നത് കൊണ്ട് തന്നെ ജയബാലന് വലിയ അപകടമൊന്നും സംഭവിക്കുന്നില്ല, വലിയ അടിയൊന്നും കാവേരിയിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കാവേരിയുടെ അമ്മയാണെങ്കിൽ ജയബാലനോട് പറയുന്നുണ്ട്, അദ്ദേഹത്തെ ചതിച്ച് നീ ഇങ്ങനെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ടടാ. സുഹൃത്ത് ബന്ധം സൗഹൃദം നടിച്ച് എല്ലാം നീ കൈക്കലാക്കിയെടുത്തു. ഒരിക്കലും ഗതി പിടിക്കില്ലടാ നീ ഇതും വെച്ച്. നീ നന്നായി പോവില്ല, നിൻ്റെ കുലം മുടിഞ്ഞു പോകുമടാ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നമ്മുടെ ജയബാലനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ചിരിച്ച് പുച്ഛിച്ച് തള്ളുന്നു. ഒന്ന് പോടി അവിടുന്ന്, നിൻ്റെ ശാപമൊന്നും ഞങ്ങൾ കേൾക്കാനൊന്നും പോകുന്നില്ല. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഏൽക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ നിറകണ്ണുകളോടെ ഗംഗയും കാവേരിയും മടങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.